ഇവിടെ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഈ ഒരു പ്രോബ്ലം ഈ എസ് സ്ക്വയർ വെച്ച് കണ്ടപ്പോൾ എ എസ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഇ ആണെന്ന് വെച്ചോ. ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമുക്കറിയാം ഈ എസ് സ്ക്വയറും എക്സും കോൺസ്റ്റൻറ്റും വെച്ച് മിക്കവാറും പ്രോബ്ലത്തിൽ വരുന്ന ഒരു ടൈപ്പാണിത്. അപ്പോൾ ഇവിടെ നോക്കി എ അവിടെ നിർത്തി. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് തന്നെ മക്കളെ 2x വരും. പ്ലസ് നടുക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ടു, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ടു. ഇനി ബി അവിടെ കോൺസ്റ്റൻ്റ് അല്ലേ, ബി അവിടെ നിർത്തി. ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് തന്നെ 1. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, ആൻസർ 0 വരും. ഒരു കോൺസ്റ്റൻറ്റ് മാത്രം നിന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0 അപ്പം നമ്മുടെ ആൻസർ 2ax പ്ലസ് ബി വരും, നമ്മുടെ ആൻസർ വരും. അപ്പം ഇതുപോലെ ഏതൊരു പ്രോബ്ലത്തിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. d/dx ഓഫ് 4s സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ. അതവിടെ നമുക്കറിയാം. 4 അവിടെ നിർത്തി. ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, ഒരു പവർ ഇപ്പുറത്തേക്ക് പോയി. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 2xൻ്റെ ഡെറിവേറ്റീവ് തന്നെ 2 അവിടെ കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഈ 1ൻ്റെ ഡെറിവേറ്റീവ് 0 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ ഒന്ന് കുണിച്ചെഴുതി വെക്കാം. ദെൻ അടുത്ത് നോക്കാം. d/dx ഓഫ് പി എസ് സ്ക്വയർ പ്ലസ് 2/x പ്ലസ് സി ആണെന്ന് വെച്ചോ. ഇവിടെ നമ്മളിപ്പോൾ പഠിച്ച 2 ഫോർമുലയും എല്ലാം ഒന്നിച്ച് ഏത് പ്രോബ്ലത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കയറി വരാം. അപ്പോൾ അവിടെ നോക്കിക്കേ, പി അവിടെ നിർത്തി. ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് തന്നെ 2x വരും. പ്ലസ് 2 അവിടെ നിർത്തി. ആരുടെ ഡെറിവേറ്റീവ്? 1/xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇതിനു പഠിച്ചുള്ളൂ. മൈനസ് 1/x സ്ക്വയർ. സി കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ 2px മൈനസ് q/x സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ നോക്കി, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്നാ? 0. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലങ്ങ് പതിപ്പിച്ചോളണം. എല്ലാ പ്രോബ്ലത്തിലും ആവശ്യമുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് x⁻2 പ്ലസ് 4x പ്ലസ് a സ്ക്വയർ ആണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കാം, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓരോന്നും എടുക്കാം. എസ് സ്ക്വയർ ഒറ്റയ്ക്കാണ് നിൽക്കണം. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 4xൻ്റെ ഡെറിവേറ്റീവ് 4. എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 2x പ്ലസ് 4 ഈക്വൽ ടു 0 ആയി. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിനകത്തും എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2. 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഏതെല്ലാം നമ്പറുകൾ വന്നാലും ആ നമ്പറുകളെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്. അതിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് നിന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഫോർമുലാസ് പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്തു പോയാൽ ഏത് പ്രോബ്ലവും നമുക്ക് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ലെവൽ 1 പഠിച്ചതിന് ശേഷം നിങ്ങൾ ലെവൽ 2 ക്വസ്റ്റ്യൻസ്, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. തനിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലെവൽ 1 വരുന്ന ഓരോ വീഡിയോയും കറക്റ്റായിട്ട് എല്ലാ ദിവസവും കണ്ടു പഠിക്കുക. നമുക്കിത് d/dx ഓഫ് x⁻n നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫോർമുല ഒന്നുകൂടി എഴുതാം. d/dx ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ n ഇൻറ്റു x⁻n-1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതുകൊണ്ട് അതങ്ങ് പഠിച്ചു വയ്ക്കാം. എസ് സ്ക്വയർ നേരെ ഇപ്പുറത്തേക്ക് പോയി 2x, എക്സിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 1. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയ മക്കളെ, d/dx ഓഫ് x⁻5 എന്തായിരിക്കും? ഈ 5 നേരെ ഇപ്പുറത്തേക്ക് പോകും. 5 ഇൻറ്റു x⁻, ഇതിനേക്കാൾ ഒരു നമ്പർ കുറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. d/dx ഓഫ് x⁻7 ആണ്. അപ്പം നമ്മൾ എന്ത് വരും? ഈ 7 നേരെ ഇപ്പുറത്തേക്ക് പോകും. ഒരു പവർ കുറഞ്ഞ് ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻6 വരും. അപ്പം നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലം അങ്ങ് ചെയ്ത് പഠിക്കാം. അത് ഒരിക്കലും നമ്മുടെ സമയം പോക്കല്ല. അതുകൊണ്ട് നമുക്ക് പ്രയോജനമേ കിട്ടുള്ളൂ. ഇപ്പോൾ x⁻10 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് തന്നെ വരും. ഈ 10 ഇപ്പുറത്തേക്ക് പോരും. x⁻പവർ ഒന്ന് പറഞ്ഞ് 9 ആവും. ഏത് നമ്പർ ആണെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് നെഗറ്റീവ് നമ്പർ വരാം. x⁻5 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ -5 ഇപ്പുറത്തേക്ക് പോകും. x⁻5 ഒന്നുകൂടെ കുറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -6 കിട്ടും. d/dx ഓഫ് 6. d/dx ഓഫ് x⁻8 ആണെന്ന് വെച്ചോ. ആൻസർ എന്തായിരിക്കും? ഈ മൈനസ് ഇപ്പുറത്തേക്ക് പോകും. x⁻, ഇതിനേക്കാൾ ഒരു പവർ കുറഞ്ഞ് ദാറ്റ് ഈസ് ഈക്വൽ ടു -9 വരും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. d/dx ഓഫ് x⁻10 ആണെന്ന് വെച്ചോ. അപ്പോൾ ആൻസർ എന്താ? ഈ -10 നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ x അങ്ങനെ തന്നെ എഴുതും. -10 ഒരു നമ്പർ കുറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു -11 വരും. എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. d/dx ഓഫ് x⁻12,
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -12 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 15. ഈ 2 എക്സാമ്പിൾസ് 1 2 3 എക്സാമ്പിൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് തനിയെ ക്വസ്റ്റ്യൻസ് കുറച്ച് നിങ്ങൾ തന്നെ ഇട്ട് പഠിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.